Okay, our next topic, preparation of more than one contract. അതായത് ഇപ്പം നമ്മളൊരു വർഷത്തിൽ തന്നെ ഒരു കോൺട്രാക്ടർ ഒറ്റൊരു കോൺട്രാക്റ്റ് മാത്രമായിരിക്കില്ല അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ കോൺട്രാക്റ്റ് ഒരു വർഷം തന്നെ അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഒരു കോൺട്രാക്ടർ ഒരു വർഷം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, sometimes details relating to two or more contracts are given. In such a case, a separate contract is prepared for each contract. Alternatively, contract can be prepared in columnar form. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ കോൺട്രാക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഒന്നുകിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോളംനാർ ഫോമിൽ നമുക്ക് അവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് ഇപ്പോൾ കോളംനാർ ഫോം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് എ അതുപോലെ കോൺട്രാക്റ്റ് ബി അങ്ങനെ രണ്ട് കോൺട്രാക്റ്റ് എൻ്റെ ഡീറ്റെയിൽസാണ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളംനാർ ഫോമിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരയ്ക്കേണ്ട ഫോമാറ്റ് പർട്ടിക്കുലേഴ്സ് കോൺട്രാക്റ്റ് എ കോൺട്രാക്റ്റ് ബി അതുപോലെ പർട്ടിക്കുലേഴ്സ് കോൺട്രാക്റ്റ് എ കോൺട്രാക്റ്റ് ബി ആ ഒരു രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ നോക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The following particulars relating to two houses which a firm of builders had in courses of construction under contract എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ഹൗസ് എയും അതുപോലെ ഹൗസ് ബി അങ്ങനെ രണ്ട് കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഹൗസ് എ അതുപോലെ ഹൗസ് ബി. ഇവിടെ നമുക്ക് രണ്ട് കോൺട്രാക്റ്റാണ് ഉള്ളത്. ഈ ഒരു വർഷത്തിൽ അവർ ചെയ്തിട്ടുള്ള രണ്ട് കോൺട്രാക്റ്റാണ് ഹൗസ് എയും അതുപോലെ ഹൗസ് ബി. അതുപോലെ അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ 1st April 2020 എക്സ്ക്ലൂഡിംഗ് ₹800 എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് വിച്ച് വാസ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ 2019-20. അതായത് നമുക്ക് തന്നിട്ടുള്ളത് 2020 വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ടാണ് നമുക്ക് തന്നിട്ടില്ലേ. അതായത് 2020 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിലെയാണ്. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ 2021 സോ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് 2021 ഇയർ എൻഡിങ്ങിൽ വരുന്ന കോൺട്രാക്റ്റ് അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് 2020 തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ ഒരു വർഷത്തേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? തിയറി പോർഷനിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. സോ അതൊക്കെ പഠിച്ചാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും തിയറി പോർഷൻസൊക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ദെൻ അത് നമുക്ക് ഹൗസ് എക്ക് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? എത്രയാണ്? 14,000. ഹൗസ് ബിക്ക് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ പ്രീവിയസ് ഇയറിലെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. ദെൻ മെറ്റീരിയൽ പർച്ചേസ്ഡ് എത്രയാണ് വന്നിട്ടുള്ളത്? ഹൗസ് എ 23,000, ഹൗസ് ബി 16,600. ദെൻ വേജസ് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫിറ്റിങ്സ് റോഡ് മേക്കിംഗ് ചാർജസ് വന്നിട്ടുണ്ട്. അത് ഹൗസ് എക്ക് മാത്രമേ ഉള്ളൂ, ബിക്കില്ല. ദെൻ കോൺട്രാക്റ്റ് പ്രൈസ് വന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് റോഡ് മേക്കിംഗ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഹൗസ് എയുടെ 60,000ഉം ഹൗസ് ബിയുടെ 40,000 ആണ്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് റിസീവ്ഡ് ഓൺ വർക്ക് സർട്ടിഫൈഡ്. അതായത് വർക്ക് സർട്ടിഫൈഡിൻ്റെ തന്നിട്ടുള്ളത് ഹൗസ് എക്ക് 10%ഉം ഹൗസ് ബിക്ക് 66 2/3% ആണ്. ഓക്കെ, ഹൗസ് എ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഹൗസ് ബി 66 2/3% ആണ് അവിടെ തന്നിട്ടുള്ളത്. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ 31st March 2021. നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള ക്യാഷ് എന്ന് പറയുന്നത് 2021 March 31st നമ്മൾ റിസീവ് ചെയ്ത ക്യാഷ് എന്ന് പറയുന്നത് ഹൗസ് എ 400ഉം ഹൗസ് ബി 540 ആണ് പറഞ്ഞിട്ടുള്ളത്. 60,000ഉം 24,000 ആണ് പറയുന്നത്. ഓക്കെ, ദെൻ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ ഹാൻഡ് ആണ് എന്ത് വന്നിട്ടുള്ളത്? 400ഉം 540 വന്നിട്ടില്ല. 31st March 2021 വന്നിട്ടില്ല വാല്യൂ ഓഫ് മെറ്റീരിയൽ ഇൻ ഹാൻഡ് നമുക്ക് 400ഉം 540 ആണ് വന്നിട്ടുള്ളത്. ദെൻ കംപ്ലീറ്റഡ് വർക്ക് നോട്ട് സർട്ടിഫൈഡ്, അതായത് വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ട് പറയുന്നത് ഹൗസ് ബിക്ക് മാത്രമാണ് 2,500. ദെൻ പിന്നെ പറഞ്ഞത് വാല്യൂ ഓഫ് പ്ലാന്റ് യൂസ്ഡ് ഓൺ സൈറ്റ് ഹൗസ് എക്ക് 12,000, ബി 6,000. പ്രൊവൈഡ് പീരീഡ് ഫോർ വിച്ച് പ്ലാന്റ് റിമെയിൻ ഓൺ സൈറ്റ് ഡ്യൂറിങ് ദ ഇയർ. അതായത് നമ്മൾ പ്ലാന്റ് ഉള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 monthsഉം 8 monthsഉം ആണ്.
പിന്നെ ദ ടോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ഇൻക്വയർഡ് ഡ്യൂറിംഗ് ദ ഇയർ 2020-21 എമൗണ്ടഡ് ടു റുപ്പീസ് 12,240 ആൻഡ് ആർ ടു ബി ചാർജ് ടു കോൺട്രാക്ട് ഇൻ പ്രൊപ്പോർഷൻ ടു വേജസ്. അതായത് നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ആണ് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ഹൗസ് എയുടെയും ഹൗസ് ബിയുടെയും ടോട്ടൽ എമൗണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ആണ് 12,240 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ആർ ടു ബി ചാർജ്ഡ് ടു കോൺട്രാക്ട് ഇൻ പ്രൊപ്പോർഷൻ ടു വേജസിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസിനെ വേജസിൻ്റെ പ്രൊപ്പോർഷൻ്റെ ബേസിൽ 2 കോൺട്രാക്റ്റിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, വേജസിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വേജസ് വന്നിട്ടുള്ളത് 20,000-ഉം 14,000. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ പറയുമ്പോൾ 20:14. ആ ഒരു റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? ഈ 12,240 റുപ്പീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 കോൺട്രാക്റ്റിലേക്കും കൊടുക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ഈസ് ടു ബി പ്രൊവൈഡ് അറ്റ് 10% പെർ ആനം. പെർ ആനത്തിന് നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 10% ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ദെൻ പ്രിപ്പയർ ദ 2 കോൺട്രാക്ട് അക്കൗണ്ട് ഇൻ കോളംനാർ ഫോം ഫോർ ദി ഇയർ എൻഡിങ് 31 March 2021. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോൺട്രാക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഹൗസ് എ അതുപോലെ ഹൗസ് ബി. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹൗസ് എക്ക് സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ഹൗസ് ബിക്ക് സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ ദ കോൺട്രാക്ട് അക്കൗണ്ട് ഇൻ കോളംനാർ ഫോം എന്നാണ്. കോളംനാർ ഫോമിൽ തന്നെ എന്ത് ചെയ്യണം? കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ തന്നെ നമ്മളവിടെ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ഈ ഒരു രീതിയിൽ പർട്ടിക്കുലേഴ്സ് 2 കോൺട്രാക്റ്റിന് നമ്മൾ ആ ഒരൊറ്റ അക്കൗണ്ടിൽ കാണിക്കുക. അതായത് ഹൗസ് എ ഹൗസ് ബി, ദെൻ പർട്ടിക്കുലേഴ്സ് ഹൗസ് എ ഹൗസ് ബി, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? കോൺട്രാക്ട് അക്കൗണ്ട് ഫോമാറ്റ് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള വർക്കിംഗ് പ്രോഗ്രസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ഹൗസ് എക്ക് 14,000 തന്നിട്ടുണ്ട് അല്ലേ? അപ്പം എക്സ്ക്ലൂഡിങ് ₹800 എസ്റ്റിമേറ്റിംഗ് പ്രോഫിറ്റ് വിച്ച് വാസ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. സോ 14,800 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ എടുക്കേണ്ടത്. 800 പറയുന്നുണ്ട്. സോ അതും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ 40,800-ഉം 40,800 നമ്മളവിടെ ഹൗസ് എയുടെ കോളത്തിൽ കാണിക്കണം. ഓക്കെ, ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓരോ ഐറ്റംസ് എടുക്കുക. അതായത് മെറ്റീരിയൽ ഉണ്ട് വന്നിട്ട് അല്ല. എത്രയാണ് മെറ്റീരിയൽ? ഹൗസ് എക്ക് 23,000, ഹൗസ് ബിക്ക് 16,600. ദെൻ വേജസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? വേജസ് ഹൗസ് എക്ക് 20,000, ഹൗസ് ബി 14,000. സോ അത് നമ്മളവിടെ റെക്കോർഡ് ചെയ്തു. ദെൻ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഉണ്ട് അല്ലേ? ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് 1,400 ഹൗസ് എക്കും 300 ഹൗസ് ബിക്കും. സോ അതും നമ്മളവിടെ റെക്കോർഡ് ചെയ്തു. പിന്നെ പറഞ്ഞിട്ടുള്ളത് റോഡ് മേക്കിംഗ് ചാർജസ് ആണ് 8,000. അത് എക്ക് മാത്രമേ ഉള്ളൂ, ഹൗസ് എക്ക് മാത്രമേ ഉള്ളൂ. സോ റോഡ് മേക്കിംഗ് ചാർജസ് ഹൗസ് എക്ക് മാത്രം നമ്മളവിടെ 8,000 കാണിച്ചു. ദെൻ പ്ലാന്റ് ആണ് പറയുന്നത് അല്ലേ? പ്ലാന്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് പ്ലാന്റിൻ്റെ എമൗണ്ട് വന്നിട്ടുള്ളത്? 12,000-ഉം 6,000-ഉം ആണ് വാല്യൂ ഓഫ് പ്ലാന്റ് യൂസ്ഡ് ഓൺ സൈറ്റ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതവിടെ കാണിക്കണം. ദെൻ പിന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് പറയുന്നുണ്ട്. എത്രയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് നമ്മളൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 12,240 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? വേജസിൻ്റെ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത് 2 കോൺട്രാക്റ്റിലേക്ക്. സോ അവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 12,240 ഇൻറ്റു അത് ആ 20:14 എന്നുള്ള ഈ ഒരു റേഷ്യോയിൽ എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എക്ക് വരുന്നത് 7,200-ഉം ഹൗസ് ബിക്ക് വരുന്നത് 5,040 ആണ്. ഓക്കെ, ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കാണിക്കണം അല്ലേ? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും കാണിക്കണം അല്ലേ? അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് പറയുന്നത് എത്രയാണ് വരുന്നത്? നമ്മൾ ഹൗസ് ബീൻ്റെ മാത്രമേ ഉള്ളൂ. അതായത് ഹൗസ് എക്ക് നമ്മൾ 100% അവിടെ ഫുള്ളായിട്ട് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്.
ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കവിടെ ഹൗസ് എൻ്റെ കാണിക്കേണ്ട, ഹൗസ് ബീൻ്റെ മാത്രം നമുക്ക് കാണണ്ടുള്ളൂ. സോ ഹൗസ് ബീൻ്റെ വർക്ക് സർട്ടിഫൈഡ് കാണിക്കാൻ അവിടെ ഹൗസ് ബി റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 24,000 ആണ് അല്ലേ. ക്യാഷ് റിസീവ്ഡ് ഓൺ 31 March 2021 വേണ്ടിയിട്ട് 24,000 നമുക്കവിടെ തന്നിട്ടുണ്ട്. സോ ഈ 24,000 ഇൻറ്റു 100/66 2/3 ചെയ്യുമ്പോൾ, അതായത് ഇവിടെ പറയുന്നുണ്ടല്ലോ വർക്ക് സർട്ടിഫൈഡിൻ്റെ പെർസെൻറ്റേജ് ആണ് എന്ത് 66 2/3%. അത് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യാം. വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ എമൗണ്ട് എത്രയാണ് വന്നിട്ടുള്ളത് 2,500 ആണ് നമുക്കവിടെ ഹൗസ് ബീൻ്റെ വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. സോ അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൗസ് ബിയുടെ വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടി എത്രയാണ് 38,500 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ മെറ്റീരിയൽ ഓൺ ഹാൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ് 400ഉം 540 അല്ലേ. ദ മെറ്റീരിയൽ ഓൺ ഹാൻഡ് 400 540. സോ അത് റെക്കോർഡ് ചെയ്യുക. ദെൻ പ്ലാന്റ് കാണിക്കണം അല്ലേ. പ്ലാന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. സോ പ്ലാന്റ് എന്ന് നമുക്ക് വന്നിട്ടുള്ളത് എത്രയാണ്, പ്ലാന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എത്ര നമുക്ക് തന്നിട്ടുള്ളത്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എങ്ങനെ കാണുന്നതെന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്ക് പ്ലാന്റ് ഓൺ സൈറ്റ് നമുക്ക് ഹൗസ് എക്ക് വന്നിട്ടുള്ളത് 12,000 ആണ് അല്ലേ. അപ്പോൾ 12,000 ഇൻറ്റു നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് 10% ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഇൻറ്റു 10/100 ഇൻറ്റു പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പീരീഡ് ഫോർ വിച്ച് പ്ലാൻ റിമെയിൻസ് ഓൺ സൈറ്റ് ഡ്യൂറിങ് ദ ഇയർ 10 months, അതുപോലെ 8 months. അങ്ങനെ അതായത് ഹൗസ് എക്ക് വന്നിട്ടുള്ളത് 10 months ഹൗസ് ബിക്ക് 8 months ആണ്. സോ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ അത്രയും മാസം കാണുന്നത് നമുക്കിവിടെ 10% പെർ ആനും ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 10% പെർ ആനുമാണ് ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 10 months ആണ് ഹൗസ് എ ആ ഒരു പ്ലാന്റ് അവിടെ റിമെയിൻ ചെയ്തിട്ടുള്ളൂ. ദെൻ നമ്മുടെ പ്ലാന്റ് സൈറ്റിൽ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ്. സോ 12,000 ഇൻറ്റു 10/100 ഇൻറ്റു 10 monthsലേക്കാണ് കാണേണ്ടത് അല്ലേ. പെർ ആനുമാണ് 10%. സോ 10 monthsലേക്ക് കാണുമ്പോൾ എന്ത് ചെയ്യണം, 10/12 കൂടെ നമ്മളവിടെ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം 10/12 കൂടെ ചെയ്യാം. അപ്പോൾ 12,000 ഇൻറ്റു 10/100 ഇൻറ്റു 10/12 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് 1,000 rupees അവിടെ വരുന്ന ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള 12,000 നിന്നും ഈ ഒരു 1,000 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൗസ് എയുടെ വാല്യൂ ഓഫ് പ്ലാന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 12,000 ആണ് ഹൗസ് എൻ്റെ വാല്യൂ വന്നിട്ടുള്ളത് 12,000 ആണ്. സോ 12,000 നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഡിപ്രീസിയേഷൻ 1,000 മൈനസ് ചെയ്യുമ്പോൾ 11,000 ആണ് ഹൗസ് എക്ക് വരുന്ന പ്ലാന്റ്. ഓക്കെ, പ്ലാന്റിൻ്റെ എമൗണ്ട് 11,000 ആണ്. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് 11,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മെറ്റീരിയൽ ഡിപ്രീസിയേഷൻ പ്ലാന്റിൻ്റെ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്നുള്ളത് 11,000 കിട്ടി. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹൗസ് ബിയുടെയും ഡിപ്രീസിയേഷൻ പ്ലാന്റിൽ നിന്ന് അതിൻ്റെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ നമുക്ക് ഹൗസ് ബിയുടെ വരുന്നത് 5,600 ആണ് എന്ത് വരുന്നത്, ഹൗസ് ബിയുടെ പ്ലാന്റിൻ്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, അതായത് ഹൗസ് ബിയുടെ വരുന്ന പ്ലാന്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് 6,000 ആണ്. അപ്പോൾ 6,000 ഇൻറ്റു അതിൽ വരുന്ന ഡിപ്രീസിയേഷൻ 10% ആണ്. 10/100 ഇൻറ്റു അതിൽ വരുന്ന മന്ത്സ് 8 months ആണ്. 8/12 ചെയ്യുക. എന്നിട്ട് ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 6,000 നിന്നും ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5,600 ഹൗസ് ബിയുടെ ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞ് പ്ലാന്റ് ചെയ്തു. ദെൻ അടുത്തെന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ലാസ്റ്റ് പ്രോസസ്സാണ്, ലാസ്റ്റ് കോൺട്രാക്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്റ്റ് പ്രൈസ് അവിടെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, രണ്ട് ഇതിൻ്റെയും, അതായത് ഹൗസ് എയുടെയും ഹൗസ് ബിയുടെയും കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഹൗസ് എക്ക് വരുന്ന കോൺട്രാക്റ്റ് പ്രൈസ് 60,000, ഹൗസ് ബിയുടെ കോൺട്രാക്റ്റ് പ്രൈസ് 40,000 ആണ്. സോ കോൺട്രാക്റ്റ് പ്രൈസ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യാം. എത്ര വരുന്നത്, കോൺട്രാക്റ്റ് പ്രൈസ് 60,000 ഹൗസ് എക്ക് അവിടെ നമ്മൾ കാണിച്ചു. ഓക്കെ,
ഹൗസ് ബിയുടെ നമ്മൾ 40,000 കോൺട്രാക്ട് പ്രൈസ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്കിവിടെ ഹൗസ് ബിക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. 66% 2/3% അവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൗസ് എ എന്ന് പറയുന്നത് 100% കംപ്ലീറ്റ് ആണ്. സോ അവിടെ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഹൗസ് ബിയുടെ എന്തല്ല കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹൗസ് ബിയുടെ കോൺട്രാക്ട് പ്രൈസ് അവിടെ റെക്കോർഡ് ചെയ്യേണ്ട. ഹൗസ് എക്ക് മാത്രം കോൺട്രാക്ട് പ്രൈസ് 60,000 അവിടെ റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഹൗസ് എക്ക് വരുന്നത് ഡെബിറ്റിലാണ് കൂടുതലായിട്ട് വരുന്നത്. ഡെബിറ്റ് സൈഡാണ് ടോട്ടൽ ചെയ്യുമ്പോൾ 86,400 വരുന്നത്. സോ ഇത് ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് ബാലൻസ് വരുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണ് വരുന്നത് ഹൗസ് എക്ക് 15,000. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് കാണിച്ചിട്ട് 15,000 ബാലൻസിങ് ഫിഗർ കാണിച്ചു. ദെൻ ഹൗസ് ബിയുടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ്, അതായത് ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതൽ വരുന്നത്. 44,640 വന്നു. സോ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നോഷണൽ പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡ് നോഷണൽ പ്രോഫിറ്റ് 2,700 കിട്ടി. ഇനി നമുക്ക് ഈ ഹൗസ് ബിയുടെ നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ബ്രോഡ് ഓൺ ചെയ്യുക. ഓക്കെ, ബ്രോഡ് ഓൺ ചെയ്യുമ്പോൾ നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഓൺ 2,700 ചെയ്തു. അതിനുശേഷം ഈ ബ്രോഡ് ഓൺ ചെയ്ത നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ ഏതാണെന്ന് നോക്കണം. ഇവിടെ വരുന്ന കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ്, ഹൗസ് ബിയുടെ കോൺട്രാക്റ്റ് പ്രൈസ് വരുന്നത് 40,000 ആണ്. അപ്പോൾ 40,000 അതുപോലെ അതിൽ വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. 40,000 പകുതി എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് അവിടെ വർക്ക് സർട്ടിഫൈഡ് വന്നിട്ടുണ്ട് അല്ലേ. 36,000 ആണ് വർക്ക് സർട്ടിഫൈഡ്. സോ കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ 1/2-നേക്കാട്ടിലും കൂടുതലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2/3 എന്നുള്ളൊരു ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാം. സോ 2,700 × 2/3 × 66 2/3 ഡിവൈഡ് ബൈ 100. ഓക്കെ, വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് 66 2/3 ആണ്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആ ഇക്വേഷനിൽ പഠിച്ച പോലെ ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്താലും മതി. ഓക്കെ, അതായത് 2,700 × 2/3 × ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്താലും ഈ ഒരു എമൗണ്ട് കിട്ടും. അതല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 1,200 ആണ് എന്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് ഹൗസ് ബിയുടെ. ഓക്കെ, ഇനി അതിൻ്റെ ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. അത് വരുന്ന ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ എമൗണ്ട് എത്ര കിട്ടും, ബാലൻസ് 1,500 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺട്രാക്റ്റ് അക്കൗണ്ട് മോർ ദാൻ 1 കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചില കോളംനാർ ഫോമിൽ ചെയ്യുമ്പോൾ. അതായത് ഒന്നുമില്ല, നമ്മൾ മുന്നേ കോൺട്രാക്റ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അതേ കാര്യങ്ങൾ തന്നെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെയിമിന് ഒരു മാറ്റം വരുന്നത്. എന്ത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, 2 അക്കൗണ്ടാണ് വരുന്നത്, 2 കോൺട്രാക്റ്റാണ് വരുന്നത്. സോ 2 കോൺട്രാക്റ്റും ഒരൊറ്റ അക്കൗണ്ടിലായിട്ട് റെക്കോർഡ് ചെയ്യും. ആ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയാണോ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇത്രയും നേരം വീഡിയോസിലും ക്ലാസ്സിലൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തത് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.